ഈ രാത്രി നമുക്ക് വളരെ വ്യത്യസ്തവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുക. ഒരു വേള ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് ഓശാന തിരുനാളാണോ എന്ന് ചിന്തിച്ചു. സാധാരണ ഓശാന തിരുനാളിലാണ് ഇപ്രകാരം കുരുത്തോലകൾ കയ്യിൽ പിടിച്ച് നമ്മൾ ദേവാലയത്തിൽ ആയിരിക്കുക. എന്റെ ചിന്തകള് പ്രാർത്ഥനാപൂർവം ആയിരുന്നപ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് ഒരു വേള കടന്നു ചെന്നു. ഈ 14ാമത് വാർഷികത്തിൽ ജാഗരണ പ്രാർത്ഥനയുടെ 14ാമത് വാർഷികത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ നിങ്ങൾ അധികം പേര് ധരിച്ചിരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, കയ്യിൽ കുരുത്തോലകൾ പിടിച്ചിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകത്തിലെ വളരെ പ്രതീകാത്മകമായ ഒരു അവതരണമുണ്ട്. കുഞ്ഞാടിന്റെ പെസഹ വിരുന്നില്, കുഞ്ഞാടിന്റെ വിരുന്നിൽ സംബന്ധിക്കുന്നവര് വെള്ളവസ്ത്രം ധരിച്ചവരും കയ്യിൽ കുരുത്തോല ധരിച്ചവരുമായി കാണപ്പെട്ടു എന്ന് അവിടെ പ്രതീകാത്മകമായിട്ടൊരു അവതരണമുണ്ട്. തീർച്ചയായിട്ടും വളരെ ലളിതസുന്ദരമായി, വളരെ മനോഹരമായി, അതേസമയം വളരെ അർത്ഥപൂർവമായ പ്രതീകങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ 14ാം വാർഷിക ദിനം വിശുദ്ധ കുർബാനയും മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളും നിങ്ങൾ ക്രമീകരിച്ചിരിക്കുക. അതോർത്ത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനും കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവാനുഗ്രഹം നിറഞ്ഞ 14 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതത്ര എളുപ്പമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും പ്രസ്ഥാനങ്ങളെ കൂട്ടായ്മകളെയൊക്കെ സംബന്ധിച്ചും വർഷങ്ങൾ അതേ അരൂപിയിൽ, ആരംഭത്തിൽ ഉണ്ടായിരുന്ന അരൂപിയിലെ ചൈതന്യത്തിൽ നിലനിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രാർത്ഥനാ കൂട്ടായ്മകൾ കൂണുകൾ പോലെ മുളച്ചു വളരുകയും ദിവസങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും ചിലതൊക്കെ നേർരേഖയിൽ നിന്ന് തിരിഞ്ഞു പോവുകയും സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ലോകത്തില് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ദൈവത്തോട് ചേർന്ന്, സഭയോട് ചേർന്ന് 14 അതേ ചൈതന്യത്തിലായിരിക്കുക എന്നത് തികച്ചും ദൈവപരിപാലന ഉള്ള ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. പുൾട്ടൻജേഴ്സിൻ ഇപ്രകാരം പറയുന്നുണ്ട്. പുൾട്ടൻജേഴ്സിൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആമുഖം ആവശ്യമില്ലാത്ത പണ്ഡിതനാണ്, ദൈവശാസ്ത്ര വിദഗ്ധനാണ് പുൾട്ടൻജേഴ്സിൻ. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവ് വാദ്യമേളമായിരിക്കും കാത്തിരിക്കുക, പക്ഷേ ഹൃദയത്തിന്റെ ശാന്തമായ തുടിപ്പിൽ, അതിന്റെ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. വലിയ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ സാക്ഷ്യങ്ങളുടെയും അല്ല, പക്ഷെ നിശബ്ദമായ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയൊരു ചിന്തിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചാണ് ഈ 40 ദൈവത്തോട് ചേർന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിലനിൽക്കാൻ സാധിച്ചതിന്റെ മനോഹാരിത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സായാഹ്നത്തിന് ബഹുമാനപ്പെട്ട ആന്റണിയച്ചൻ എന്നെ വിളിച്ച് ഇപ്രകാരം ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥനപൂർവ്വം ചിന്തിച്ച് എന്ത് സന്ദേശമാണ് പങ്കുവെക്കുക. എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന ഒരു ചിന്ത ഇതാണ്: ആരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവര് എന്നൊരു ചിന്തയാണ്. ആരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവര്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം. ആരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവര്? ചിന്തിച്ചപ്പോഴ് വചനത്തിലൂടെ കടന്നുപോയപ്പോഴ് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരെന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില് ഈശോ മാമോദീസ സ്വീകരിക്കുന്ന വേള നമുക്കറിയാം. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് അതിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈശോ മാമോദീസ സ്വീകരിക്കുക. ആ അവസരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നമുക്കറിയാം. ദൈവപിതാവിന്റെ സ്വരമാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തില് ഈശോയുടെ രൂപാന്തരീകരണത്തിന്റെ സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇതേ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രൂപാന്തരീകരണം ഈശോയ്ക്ക് സംഭവിച്ചു. ആ അവസരത്തിൽ ഇതുപോലെ ഒരു വചനം സ്വർഗത്തിൽ നിന്ന് അവിടെ മുഴങ്ങുന്നത് അവിടെ ഉള്ളവരെ ദർശിച്ചു, കേട്ടു. അത് ഇങ്ങനെയാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മർത്ത ഈശോയുടെ പാദാന്തത്തിലിരുന്ന് ഈശോയുടെ വചനങ്ങൾ ശ്രവിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത് മറിയം ഇപ്രകാരം കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത്, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തുവെന്ന്. തീർച്ചയായും പ്രാർത്ഥിക്കുന്നവര് ദൈവത്തിന് പ്രിയങ്കരരായ ദൈവമക്കളാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന അധരങ്ങളും പ്രവർത്തിക്കുന്ന കരകളും ഒരുപോലെ തമ്പുരാന് പ്രീതികരമാണ്.
സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവര് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറെ ദൈവത്തിന് പ്രീതികരമാണ്. ഈ രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ കിടന്ന് ഉറങ്ങേണ്ടവരാണ്, നമ്മളൊക്കെ ഉറങ്ങേണ്ടവരാണ്. പക്ഷെ ആ ഉറക്കത്തിന്റെ ഏറ്റവും മനോഹരമായ വിനാഴികള് പ്രാർത്ഥനയിൽ സ്തുതിപ്പില് ചെലവഴിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ട് ഒന്നായിട്ട് മാറുകയാണ്. വചനത്തിൽ പ്രകാരം നമ്മൾ കാണുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുവിൻ. ജാഗരണ പ്രാർത്ഥനയുടെ കൂടെ അടിസ്ഥാനം ഉറവിടം ഇതായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, രാത്രി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ജാഗരണ പ്രാർത്ഥന നടത്തുന്നതിന്റെ പ്രത്യേകത എന്താണ്? വചനത്തിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലേക്ക് തമ്പുരാൻ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. നമ്മളിത് വായിച്ചു കേട്ടാൽ രൂപാന്തരീകരണത്തിന്റെ അനുഭവം ഉണ്ടായത് രാത്രിയിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ അതേപറ്റി സൂചനകളില്ല. പക്ഷെ ഇന്നും നമ്മൾ വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ നിദ്രാവിവശരായിരുന്നു, പക്ഷേ അവർ ഉണർന്നിരുന്ന ദൈവം തമ്പുരാനോടുകൂടെ പ്രാർത്ഥിച്ചുവെന്ന്. തീർച്ചയായിട്ടും രാത്രിയുടെ യാമങ്ങളിലാണ് രൂപാന്തരീകരണം സംഭവിക്കുക എന്ന ഈ സൂചനയിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തില് പൗലോസും സീലാസും രാത്രിയുടെ യാമങ്ങളില് കാരാഗൃഹത്തിലായിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുക. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ ഇതുപോലെ പൗലോസ് ശ്ലീഹായ്ക്ക് കാരാഗൃഹത്തിൽ നിന്ന് മറ്റൊരു അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നത്, മോചനം ലഭിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. വചനത്തിലുടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവമക്കളോട് ചേർന്ന് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒന്നാണ്. പ്രാർത്ഥിക്കുന്നവര് ദൈവത്തിന് പ്രിയങ്കരമാണ്. രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുന്നത് തികച്ചും പ്രീതിജനകമാണ്. നമുക്കറിയാം, രാത്രി അല്ലെങ്കിൽ അന്ധകാരം തിന്മയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുക. ആധ്യാത്മികതയിലും ദൈവശാസ്ത്രത്തിലും ഒക്കെ പാപത്തിന്റെ പ്രതീകമായിട്ട് അന്ധകാരത്തെ അവതരിപ്പിക്കുകയാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് പ്രകാശത്തിന്റെ സൂചനയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം അന്ധകാരത്തിന്റെ സൂചനയാണ്. രാത്രി എന്ന് പറയുന്നത് തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അന്ധകാരത്തിന്റെ മക്കള് പ്രവർത്തനത്തിലായിരിക്കുന്ന സമയമാണ്. ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ എത്രയേറെ ക്രൂരകൃത്യങ്ങളാണ് നമ്മൾ കാണുക. ഗുണ്ടകളെ നടുറോട്ടിൽ വെട്ടിക്കൊല്ലുന്നു, അല്ല അവരുടെ ശവശരീരങ്ങൾ കാണുന്നു, ജ്വല്ലറികൾ മോഷ്ടിക്കപ്പെടുന്നു, കൊലപാതകങ്ങള്, ബലാത്സംഗങ്ങള്, ഇങ്ങനെ ക്രൂരകൃത്യങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തിയുള്ള മക്കള് പ്രവർത്തനത്തിനാകുന്ന അവസരമാണ് രാത്രി എന്നത്. അതേ രാത്രി തന്നെ ദൈവമക്കള് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോ ഈ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന്റെ ഒരു സൂചന, മനോഹരമായൊരു പ്രതീകം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒന്നാണ് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരത്തെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ പ്രീതികരമായ ദൈവത്തിന് പ്രീതികരമായി സമയം വിനിയോഗിക്കുന്ന നിങ്ങളെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ മേമ്പടിയുള്ള പ്രാർത്ഥനകള് ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം ചെയ്യാൻ കൂടി നമ്മൾ പ്രാർത്ഥനകൾ മാറ്റിവെക്കുകയാണ്. നമ്മളുടെ വിശുദ്ധീകരണം മാത്രമല്ല, ലോകത്തിന്റെ വിശുദ്ധീകരണം കൂടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മുടെ യാമ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അവരുടെ വേണ്ടി പ്രാർത്ഥിപ്പോൻ അവനവനായി താൻ പ്രാർത്ഥിപ്പൂ എന്നാണ് സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനകളിലെ മനോഹരമായ ഒരു ചിന്ത. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആ കലവറയില്ലാതെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. അതുകൊണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന് വേണ്ടി മുഴുവൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തുചേർന്നവരുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും അവരുടെ ജോലികളെയും ശുശ്രൂഷകളെയും ഒക്കെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. ഞാൻ കൊച്ചനായിരുന്ന അവസരത്തില് എന്റെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അവരോട് വചനം പങ്കുവയ്ക്കാനും സന്ദേശം നൽകാനൊക്കെ പോകാറുണ്ടായിരുന്നു. പലപ്പോഴും വെള്ളിയാഴ്ചകളിലാണ് അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തി വൈകുന്നേരത്തെ കുർബാനയോടനുബന്ധിച്ച്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, കുർബാനയ്ക്ക് ശേഷം ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ശരിയായ ഒരു പ്രവണതയല്ല. നമ്മുടെ ആധ്യാത്മികതയുടെ ഉറവിടം എന്നത്, കേന്ദ്രം എന്നത് വിശുദ്ധ കുർബാനയാണ്. ഏറ്റവും പരമമായ ആരാധന, നമ്മുടെ എല്ലാ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉറവിടം വിശുദ്ധ കുർബാനയാണ്. വാഴ്ത്തപ്പെട്ട ജോർബോണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ സഭയും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, സഭയെ പടുത്തുയർത്തുന്ന ഉദാശയാണ് വിശുദ്ധ കുർബാന.
സഭ ആയിരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവമക്കളും ശക്തി സ്വീകരിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ പ്രാർത്ഥനകളും ആരാധനകളും ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പകരുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, സഭയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക, അതാ പ്രാർത്ഥനയാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ദൈവത്തിന്റെ സവിശേഷമായ അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് വർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ വ്യക്തി ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുറിച്ച് പറയുമ്പോൾ രാത്രിയിൽ ഞാൻ പലപ്പോഴും എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ 3 വർഷം വികാരിയായിരുന്ന അവസരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ എന്റെ ഇടവക കടന്നുപോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു പുതിയ ഇടവകയുടെ പുതിയ വികാരിയായിട്ട് എന്നെ വെച്ചു. ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ഇടവകയായിരുന്നു. അവിടെ ആളുകൾ മറ്റൊരു പള്ളിയിൽ പോയി, ലത്തീൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. സിറോ മലബാർ സഭയുടെ ഒരു പള്ളി വന്നപ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ടില്ല, കുറച്ചധികം ആളുകൾ. അതുകൊണ്ട് തന്നെ അച്ഛനെയും പള്ളിയും സ്വീകരിക്കാത്ത പ്രവണത ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്ന് എന്നെ പലപ്പോഴും വാക്കുകൾ പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. പലപ്പോഴും രാത്രിയിൽ ഞാൻ തിരിച്ച് വന്ന് വീട് സന്ദർശനം കഴിഞ്ഞ് വന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പോരാൻ നേരത്ത് 3 വർഷം കഴിഞ്ഞ് ഇവിടെ പഠനത്തിനായിട്ട് പോരുമ്പോൾ എന്റെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചാൽ, രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എന്റെ ഇടവകയും ആളുകളെയും ഓർത്ത് ഞാൻ പോരുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ കുടുംബങ്ങളും മാറി നിന്നവരെല്ലാവരും ഇടവകയുടെ ഭാഗമായി വളരെ ചൈതന്യത്തോടെ സന്തോഷത്തോടെ ഇന്ന് ഏറ്റവും നല്ല ഉണർവുള്ള ഒരു ഇടവകയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, തമ്പുരാന്റെ സന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളില് കൈകൾ വിരിച്ച് സക്രായുടെ മുമ്പില് പ്രാർത്ഥിച്ചതാണ് ഒരുപക്ഷെ അതിനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പൊ രാത്രിയുടെ യാമങ്ങളില് ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെയും ശുശ്രൂഷാ മേഖലകളെയും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും. നമ്മുടെ ഭാഗമായിരിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടിയും ഈ ധ്യാന സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തട്ടെ. ഇപ്പൊ ദൈവം നിങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുണ്യം നിറഞ്ഞ രാത്രിയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈ 14ാമത് വാർഷികത്തിൽ സംബന്ധിക്കുമ്പോൾ അതിന്റെ സൂചനകൾ 14 പല സ്ഥലത്ത് എഴുതിയിട്ടിരിക്കുന്നു. 14 ദീപങ്ങൾ വെച്ചിരിക്കുന്നു. ഒത്തിരി പ്രതീകങ്ങൾ നിങ്ങളുടെ പ്രതീകങ്ങളിലൂടെ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാവ് കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.